Hi. Hello. Yeah, please. Yep. കൊള്ളാലോ. അതെ, നല്ല സ്ഥലം. ഞാൻ ഇൻസ്റ്റയിൽ വെച്ച് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. Okay. അങ്ങനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചിരുന്നു. ഞാൻ ബാംഗ്ലൂരാണ്, പക്ഷെ ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് വരണം എന്നുള്ളതാണ്, റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ്. Okay. അപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി എടുത്ത് അവിടെ വീട് വെക്കണോ അതോ ഫ്ലാറ്റ് വാങ്ങിക്കണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്കാണ്. പ്രോപ്പർട്ടി എടുത്ത് വീട് വെക്കുന്നത് കൂടാതെ പ്രീ ഓൺഡ് വീടുകളും ഉണ്ട്. അങ്ങനെ ചിന്തിക്കും. 3 ഓപ്ഷൻ ഉണ്ട്. ഫ്ലാറ്റ് ഉണ്ടാകാം, നമുക്ക് ഒരു പ്രോപ്പർട്ടി ലാൻഡ് വാങ്ങിച്ച് അതിൽ കൺസ്ട്രക്ട് ചെയ്യാം, പ്രീ ഓൺഡ് വീട്, ഇതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്താണ് ഇത് ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ? ഇപ്പം ടിൻറ്റുവിനെ സംബന്ധിച്ച് ടൈം ഉണ്ടെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത്. അപ്പം താങ്കളുടെ ഒരു പ്ലാനിലൊരു ഡ്രീമിലൊരു വീടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. അതല്ല, ടൈം ഒട്ടും കുറവാണെങ്കിൽ നമുക്ക് ഒരു പ്രീ ഓൺഡ് ഹൗസിലേക്ക് പോവാം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ യു. ഓക്കെ. അപ്പോൾ ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ? ലീഗൽ ഫോർമാലിറ്റി ഒന്നും എല്ലാം സ്മൂത്തായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ ടൈമിലാണ് ഇതിലുള്ള ടൈം. നിങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലാൻഡ് വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് ബുദ്ധി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ കാണുകയല്ലേ. അതാണ് ഏറ്റവും പ്രധാന വ്യത്യാസം. മറ്റേത് ഓഫ് കോഴ്സ് നമുക്ക് അതിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്രീ ഓൺഡ് ഹൗസുകളുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന തേച്ച് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചേക്കുന്ന ഫിറ്റ് നമുക്ക് കുത്തി പൊട്ടിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അതൊരു ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഒരു ഉദ്ദേശം പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? നമുക്ക് 50 lakh പോയിട്ട് ഇഷ്ടം പോലെ ഹൗസസ് ഉണ്ട്. ലാൻഡ് നിങ്ങൾ വാങ്ങിച്ച് ചെയ്യാനാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ കുറച്ചുകൂടെ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഈ പറഞ്ഞ ലൊക്കേഷനിലാണ് നോക്കുന്നതെങ്കിൽ. പക്ഷേ മേളിൽ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് എന്താണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലാൻഡ് വാങ്ങിച്ച് ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും അതിൽ കിട്ടുന്ന ഒരു ഫുൾഫിൽനെസ് വേറെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. മേ ബി ചില വീടുകൾ നമുക്ക് ആരും ഉപയോഗിക്കാത്ത വീടുകളുണ്ട്, അങ്ങനെയുള്ളതുകൊണ്ട് മേ ബി ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വീടുകൾ നമുക്ക് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. സോ ആ വേയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ടിൻറ്റു തീരുമാനിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ടൈം, ഇതിന് പുറകിൽ നിൽക്കാൻ സമയമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന നല്ല കമ്പനീസ് ഉണ്ട്, നമ്മൾ അവരുടെ റെഫറൻസ് തരാം. ഇപ്പോൾ അവരുടെ അപ്കമിങ് പ്രോജക്റ്റുകളും അല്ലെങ്കിൽ ഇപ്പം ഓൺ ഗോയിങ് പ്രോജക്റ്റുകൾ പോയി കണ്ടിട്ട് അതിലൊരാളെ നമുക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകിൽ നമുക്ക് പോകേണ്ടി വരത്തില്ല. അതെന്താണെന്ന് ടിൻറ്റു ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഓക്കെ. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ ഫാം ലാൻഡ്സ് ഒക്കെ ആക്ച്വലി നമുക്ക് കൊച്ചിയിലുണ്ടാവുമോ? എന്തെങ്കിലും കൃഷിയൊക്കെ പറ്റി അങ്ങനെ? കൊച്ചിയിൽ നമുക്ക് പ്രോപ്പർ സിറ്റിയിൽ നമുക്ക് അങ്ങനെയുള്ള അവൈലബിൾ അല്ല. നമുക്ക് അറിയാമല്ല, കോസ്റ്റ് ഭയങ്കര ആയതുകൊണ്ട്. പക്ഷേ കൊച്ചി വീട്ടിൽ കുറച്ച് നമുക്ക് അങ്ങനെയുള്ള ലാൻഡ്സ് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്ത രീതിയിലേക്ക് മാറ്റാനും പറ്റും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഇപ്പോൾ there is 2 ഓപ്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ഉള്ള ഫാം ലാൻഡ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഡെവലപ്പ് ചെയ്തെടുക്കാം. ധൃതിയില്ല. ഓക്കെ, നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് ഒരു ഫാം ലാൻഡ് ഡെവലപ്പ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോഴും അവിടെയും താങ്കളുടെ മനസ്സിനുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ എപ്പോഴും ഇപ്പോൾ ഫാം ലാൻഡ് വിട്ടേക്കാം, ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു റീസെയിൽ വാല്യൂ ആണ്. അപ്പോൾ ഒരു റീസെയിൽ വാല്യൂ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ? നമുക്ക് ഫ്ലാറ്റ് അല്ല, ബിൽഡിങ്ങും ലാൻഡും ഉള്ളതാണ് ഏറ്റവും റീസെയിൽ വാല്യൂ. അതാണ് ആൾക്കാരെ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. സെല്ലാവാനും കൂടുതൽ എളുപ്പം അതാണ്. ഓക്കെ. അത് എനിക്കിപ്പോൾ പ്ലോട്ടോ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്? ടിൻറ്റുവിൻ്റെ റിക്വയർമെൻറ്റ്സ് മീൻസ് സജഷൻ. ഇപ്പം എൻ്റെ ഇത് പറഞ്ഞല്ലോ, കുറച്ച് ഡീറ്റെയിൽ ഞങ്ങളൊരു ഗൂഗിൾ ഫോം ഞാൻ തരാം. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതോടെ ടിൻറ്റുവിന് ഐഡിയ കിട്ടും, അത് നമ്മുടെ ടീമിന് ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. സോ അത് വെച്ചിട്ട് നമ്മുടെ ടീം വർക്കൗട്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി. ഇതിൽ പറയാനുള്ളത്, നമുക്ക് ടിൻറ്റുവിന് ഓൾറെഡി ഇതിനെപ്പറ്റി വലിയ ഐഡിയ കാണാം, അല്ലെ ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും. ബട്ട് നമ്മളിത് വളരെ ഇതിനെപ്പറ്റി എല്ലാ റിസർച്ചുകളും നടത്തി നമ്മുടെ ലീഗൽ ടീമും നമ്മുടെ വാല്യുവേഷനും എല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ ടിൻറ്റുവിനെ ആ പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയുള്ളൂ. ആദ്യം തന്നെ ടിൻറ്റുവിൻ്റെ സമയം കളയാൻ വേണ്ടി നമ്മളവിടെ കൊണ്ടുപോവുകയില്ല. അതാണ് ഏറ്റവും ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ്. ഇപ്പം നമ്മൾ കുറേ ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്തും പറയാനുള്ള ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്, അവരെ ഈ ബ്രോക്കേഴ്സ്, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയും കൊണ്ടുപോയി അവരെ സമയം കളയുന്നു. മേ ബി അവർക്ക് ആ പ്രോപ്പർട്ടി സെയിലായ കാര്യം പോലും ചിലപ്പോൾ അവർക്ക് അറിയില്ല. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അത് സോൾഡ് ആയി എന്ന് പറയുന്നത്. സോ നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാം പ്രോപ്പറായി ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് സെല്ലറുമായിട്ട് മീറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സെല്ല് ചെയ്യണമെങ്കിൽ നമ്മുടെ ടീം തന്നെ അതിന് മുൻകൈ എടുക്കും. സോ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക മാത്രമല്ല, ഇത് നാളെ സെല്ല് ചെയ്യണമെങ്കിലും അതിനും കൂടെ പറ്റിയ പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് തരത്തുള്ളൂ. അല്ല, ഒരിക്കലും പോകാത്തൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല.
ഇപ്പൊ എത്ര വർഷമായിട്ട് ഇതിന്റെ നമ്മളൊരു 5 ഇയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങി റീസെന്റ് തുടങ്ങിയതേ ഉള്ളൂ. 5 ഇയർ ആയിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒന്ന് ഗൂഗിൾ ഫോം അയക്കും, ഞാൻ അപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു 1-2 സിറ്റിങ്ങിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ തന്നെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് പ്രോപ്പർട്ടി വരുമ്പോൾ മാഡത്തെ ഇൻഫോം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഓക്കെ. വന്നതിൽ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ എന്തായാലും ഫോം ഫില്ല് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസിന്റെ ഒരു ലിസ്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങാം. Okay, thank you so much. Thank you. Thank you. Nice meeting you.